ഇതാ നമ്മൾ ഗീതടാ. ഇത് മഞ്ഞ അല്ലേ? ഹലോ, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മാധവമംഗലം ടൗണിലേക്ക് പോവുകയാണേ. അപ്പോൾ പിള്ളേർക്ക് ഉപ്പായെല്ലാം എടുക്കണം, അച്ഛനമ്മക്കും ഓണക്കൊടി ഇതെല്ലാം എടുക്കണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണേ. അപ്പോൾ നേരെ മാധവമംഗലം ടൗണിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഓട്ടോ ഇവിടെ കാത്തിക്കുന്നുണ്ടേ. അപ്പം എല്ലാവരും കയറി. ഷിജുവന്യ ഇന്നും ഓട്ടോ ഒരു സാരഥി പോവാ. പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. ഇതാ നമ്മുടെ ചെമ്മങ്കുന്ന്. ചെമ്മങ്കുന്ന് കയറിയിറങ്ങി വലത്തോട്ടി. ആ പാട്ടിലെ വരികളാണ് ചെമ്മങ്കുന്ന് അല്ലേ ഷിജു? കൈതപ്പുറത്തിന്റെ പാട്ടിലെ വരികൾ. ഇതാണ് നമ്മുടെ നീലിയാർ കോട്ടം. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിന്റെ പണി, പുതിയ പണിയാണ്. അങ്ങനെ നമ്മുടെ മാതമംഗലം ടൗൺ എത്തിയിട്ടുണ്ട്. മാതമംഗലം ടൗണിന്റെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ മലഞ്ചരക്ക് വ്യാപാരം അല്ലേ? ഏറ്റവും കൂടുതൽ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന നമ്മളെ ഈ സ്ഥലത്ത്. അതുകൊണ്ടാണ് ഒരുപാട് കടകളുണ്ട്. ഇതാ നമ്മൾ ഗീത ചേച്ചിയല്ലേ? ഗീത ചേച്ചി നമ്മളെ വീഡിയോ കാണുന്നതാണ് അല്ലേ? നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്നതാണ് അല്ലേ? അതെയാ? അതെയാ? അതെല്ലേ? കത്ത ബജി വന്നു, ബജി കുറവ് അതല്ലേ? എന്നാ സാധനം മണിക്കെന്നാ ചോദിച്ചാല് ഫാൻസി അല്ലേ? വേണ്ടത് മറ്റു ഇതാ പൂമ്പാറ്റ. പൂമ്പാറ്റ പിന്നെ ഏതുകൊണ്ട് കിടന്നതുകൊണ്ട് എനിക്ക് വേണ്ടുന്ന സാധനം കടി ഉണ്ടാവില്ല. അവളുടെ കയ്യില് കട്ടുണ്ട് അത്ര. ഇതിട്ട ഓണത്തിന് കിട്ടൂല. നച്ച തലക്ക് വെച്ച് നോക്കിയൊന്ന് നോക്കണേ. നച്ചെന്തല്ലോ തപ്പയാണ്. ബാക്കിയും കൊണ്ടാ 450 രൂപ സാധനം മനസ്സിലെ എടുത്ത്. പച്ചക്കറി ഇവിടെ തന്നെ വാങ്ങിക്കുന്നത് പച്ചക്കറി.
നാരങ്ങ കുടിച്ചോട്ടെ ചെറുനാരങ്ങ. നഷുവിന് കപ്പ് പോണം അല്ലേ? ഏ കപ്പ കൊണ്ട് നഷു? ചോന്നതാ ഇതാ? ഡിസൈൻ ഇല്ല. ഏതങ്ങ് എടുക്ക്. അതാണ് ടൗണിലൂടെ ഇങ്ങനെ നടക്കാണ്. സൗന്ദര്യം. എന്നാ വേണ്ട എന്നെ കൂട്ടാണ്ട് പേടി. ഓൻ ഇഷ്ടപ്പെട്ട് എടുത്തു. വെച്ചോ 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 വെച്ചോ. മതിയാണോ അല്ലേ? മതിയാ? ഇങ്ങോട്ട് നോക്കി പറ. ഷർട്ട് ശരിയല്ലേ? ആ ഇത് കുഴപ്പമില്ല അല്ലേ? ഇതെത്ര വരില്ലേ? വില എത്ര? കുറയില്ലേ? ഉണ്ടാവൂലേ? ആ ഒന്ന് തന്നെ വേണ്ട. നക്ഷത്ര എനിക്കെന്നുകൊണ്ട് നക്ഷത്രമൊക്കെ ആയിട്ടാ തപ്പുന്നത്ര തപ്പിക്കൊണ്ട് വെക്കുന്നുണ്ട്. ചെറുതല്ലേ? ചെറുത് അത് വേണ്ടി കാണിച്ച നല്ല വിട്ടുപോന്നല്ലേ? എവിടെ വീടാടാ? പറ. ചന്ദ്രേട്ടണ്ടാ? അമ്മേനെടുക്ക. അമ്മേനെ സാരില്ല. ഞാൻ കാണട്ട്. എന്താ ബോയിൽ സരിയല്ലേ? അമ്മക്ക അമ്മക്കല്ലേ? രണ്ടാക്ക് കൊടുക്കണ്ട, എല്ലാവർക്കും കൊടുക്കണം. അത് മാറ്റില്ല സൈഡ് അടുപ്പിച്ചോ. ഇവിടെ ഓക്കെ ഇറങ്ങാ ചോറിഞ്ഞ് കട്ട് ഞാൻ എടുക്കാം. മച്ചു ക്ഷീണം പിടിച്ചു വാ. ഞാൻ വെച്ചു പിടിച്ചാ
പിടി പച്ചക്കറിയാണ്. അച്ഛനൊരു മുണ്ട് അല്ലേ, ഓണല്ല. അമ്മക്ക് സെറ്റ് മുണ്ട്, ബ്ലൗസും ബൈക്കൊക്കെ ഒരു ഉടുപ്പ്. വാ കൊടുത്തേ. അച്ഛാ എന്താ എന്താ വൈകിച്ചിക്ക് അച്ഛനും മുണ്ട്, അമ്മാമ കൊടുത്തേ. സാരില്ല, ചെപ്പം കൊണ്ടാവുന്ന ഓണല്ലേ അമ്മക്ക്. അച്ഛൻ പൈസ ഇല്ലാത്ത സമയത്ത് ഇതെല്ലാം വാങ്ങണമെന്നാ പറയുന്നു. സാരില്ല, ചപ്പം കൊണ്ടാവുന്ന ഓണല്ലേ. താറ്റ കൊടുത്തമ്മേ, താറ്റ. എന്നാ പിന്നെ എല്ലാവർക്കും ഓണാശംസകളെ. അപ്പോൾ എനക്ക് ചെറിയ പരിപാടിയും കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ സ്വയം സഹായ സംഘമുണ്ടേ, ഹരിതം. അപ്പോൾ നമ്മ പിന്നെ ഓണത്തിന് പൂ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെണ്ടുമല്ലിക തൈ കൊടുത്തിനെ. ഒരു നമ്മ 15 ആളുണ്ട്, 15 ആക്കും ഒരു 6-7 തൈ വെച്ചിട്ട് കൊടുത്തിനി. പക്ഷെ വിരിഞ്ഞത് ഒരു 3 ആള് വീട്ടിലെ മാത്രമാണ് ചെണ്ടുമല്ലിക വിരിഞ്ഞതേ. നമുക്കൊന്നും അങ്ങനെ പൂവായിട്ടാ, നമുക്ക് ഒരു പൂവാറ്റി ആയിട്ടും നമ്മളങ്ങനെ പോയിട്ടൊന്നുമില്ല, പൂവായിട്ട. അപ്പൊ നമ്മൾ 2-3 ആൾക്ക് നല്ലോണം പൂവായിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല പൂവിലെ ആൾക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ടേ. നമ്മളെ ഹരിതം സ്വയം സഹായ സംഘം സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പോയി നോക്കണം. അപ്പോൾ അടുത്തേക്ക് പോയാന്നേ. ആദ്യം രാമദേട്ടൻ വിട്ടില്ല, പിന്നെ ആകെ 3 ആളായിട്ട് ഇല്ലോ ഗിരീശൻ. പക്ഷെ ഗിരീശനെ വിളിച്ചാലും ഗിരീശൻ ഇല്ല, എന്റെ അടുക്ക ഇല്ല എന്നാ പറഞ്ഞത്. പൂവില്ലേ? പൂ കുറച്ചേ ഇല്ലോ. പോയി നോക്കേണ്ട ആവശ്യമില്ല, പോയി നോക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ രാമചന്ദ്രേട്ടന്റെ വീട്. പണി കഴിയണത്ര, വീടിന്റെ പണി അല്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മേലെ തന്നെ അതാ ചെണ്ടുമല്ലി ഇത് കാണുക, എന്താ ടെറസിന്റെ മുകളിൽ വെച്ചിന് അല്ലേ. പോയി നോക്കട്ടെ മേലേക്ക്. നല്ല രസമുണ്ടല്ലോ ഇരുന്ന് കാണാൻ. പണി കുറേ ഉണ്ടല്ലേ. അപ്പോൾ നമ്മ ടെറസിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അതിസുന്ദരമായ കാഴ്ചയാണ്. നമ്മ ഒട്ട എത്ര 7 തൈയില്ലേ അല്ല സുനേട്ട കൊടുത്തിന്? 7 തൈയല്ലേ നമ്മ കൊടുത്തത് അല്ലേ. എന്നാലും പൂ നല്ലോണം ഉണ്ടേ, കണ്ടാ. അടിപൊളി പൂവാണ്. ഇതാണ് നമ്മുടെ രാമന്റെ ചേട്ടൻ. രാമൻചേട്ടാ, അപ്പൊ നമ്മുടെ പൂവെല്ലാം നോക്കി അല്ലേ. രാമചേട്ടന്റെ പൂന്തോട്ടം. ഇത് ചുവന്ന ചണ്ടി മല്ലിക, ഇത് മഞ്ഞ അല്ലേ. ഇത് കളർ വ്യത്യാസം ഉണ്ട് രാമചേട്ടാ, ഉണ്ട് അല്ലേ. ഇത് ഇത് ഡബിൾ അല്ലേ, ഡബിൾ പൂ. ഡബിൾ അല്ലേ. അടുത്ത കേന്ദ്രത്തിലേക്ക് പോവാ രാമചേട്ടൻ. അപ്പൊ നമ്മ നാട്ടുംപുറത്തിന്റെ ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വീട്ടിലേക്ക് അല്ലേ. നീ കൃഷ്ണാട്ടന്റെ വീട് അല്ലേ? ഇല്ല, നേരെ നടക്ക്. ഇവിടെ നമ്മ രാമചേട്ടനെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മ കൃഷ്ണാട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കൃഷ്ണാട്ടൻ ഇല്ലേ? സുനേട്ടൻ വിളിച്ചു നോക്കിയേ. ചെണ്ടുമല്ലിക ടെറസിന് മുകളിൽ തന്നെ അല്ലേ. അപ്പൊ ഇതാ നമ്മളെ കൃഷ്ണാട്ടന്റെ ചെണ്ടുമല്ലിക. ഇതിന്റെ പേര് നമ്മൾ കൃഷ്ണാട്ടന്റെ ഭാര്യയാണ്. കൃഷ്ണാട്ടയുടെ കണ്ടതാറേ അല്ലേ. അപ്പൊ കൃഷ്ണാട്ടന്റെ വീട്ടിലെ പൂവും കണ്ട് നമ്മ അടുത്ത ഗിരീശാട്ടന്റെ വീട് അല്ലേ. ഗിരീശാട്ടന്റെ വീട്ടിലേക്ക് അപ്പൊ നമ്മുടെ ഗിരീശേട്ടന്റെ വീട് എത്താനായി അല്ലേ സുനേട്ടാ.
ഇതന്നെ ഗിരീഷ് ചേട്ടൻ്റെ വീട്, സംഘാംഗം ഗിരീഷ് ചേട്ടൻ്റെ വീടാ ഇത്. ഗിരീഷ് ചേട്ടൻ വലിയ പൂവൊന്നുമില്ല കേട്ടാ. ഇതന്നെ ആയിരിക്കും അല്ലേ? ഗിരീഷ് ചേട്ടൻ വളരെ കുറച്ച് പൂ മാത്രമേ. നായി ഉണ്ട്, അതുകൊണ്ട് ഉള്ളോട്ട് പോകാൻ പേടി. അപ്പൊ ഇതാ നമ്മുടെ ഗിരീഷ് ചേട്ടന്റെ ഭാര്യ, നമ്മുടെ മാലിന്യ ചേച്ചി. ഗിരീഷ് ചേട്ടനാടെ ഇനി കൊണ്ടെടുത്തു പോയിനല്ലേ, എത്തിട്ടല്ലേ? അങ്ങനെ നമ്മ പൂവെല്ലാം കണ്ടിട്ട് മടങ്ങിയാന്നേ. ഇനി അപ്പൊ നമ്മളെ സംഘാംഗങ്ങളും കൂടിയിട്ട് തീരുമാനിക്കും ആർക്ക് ഫസ്റ്റ് കൊടുക്കണം. ഓക്കെ എന്നാല്.